ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മുടെ എല്ലാം വീട്ടിലുള്ള വുഡൻ ഫർണിച്ചറുകൾ, ഡോറ്, വിൻഡോ, അതുപോലെ തന്നെ ഗ്ലാസ് ഐറ്റംസ് ഒക്കെ ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോയാണ്. നമുക്കൊക്കെ അറിയാം, ഡോർസും വിൻഡോസും നമ്മൾ എത്ര തന്നെ ക്ലീൻ ചെയ്തെടുത്താലും പെട്ടെന്ന് തന്നെ ഡസ്റ്റി ആകാറുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പുതുമയൊക്കെ നഷ്ടപ്പെട്ടു പോകാറുമുണ്ട്. അപ്പോൾ ഞാനിവിടെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഗ്ലാസും അതുപോലെ തന്നെ വുഡൻ ഫർണിച്ചറും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് ഡൈനിങ് ടേബിൾ, സ്റ്റെയറിൻ്റെ ഗ്ലാസ്സുകൾ, അതുപോലെ തന്നെ വിൻഡോസ്, ഡോർസ്, അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. എല്ലാവരെയും വീട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക കൂടി ചെയ്യണം. സാധാരണ നമ്മൾ ഡോറും വിൻഡോയും ഒക്കെ ക്ലീൻ ചെയ്യുന്നത് ഒന്നുകിൽ സോപ്പ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയും വിനെഗറും ഒക്കെ ചേർത്തിട്ട് ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയിട്ടാണ് നമ്മൾ വിൻഡോയും ഡോറും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. പക്ഷേ ഞാനിവിടെ ഇതൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ എല്ലാം വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ് ഒരു സൊല്യൂഷൻ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ. ആദ്യം നമുക്ക് വിൻഡോയിലും ഡോറിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഡസ്റ്റ് നല്ലതുപോലെ ഒന്ന് മോപ്പ് ചെയ്ത് കളയണം. അതിനുശേഷമാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് വിൻഡോയുടെയും ഡോറിലെയും ഗ്ലാസ്സുകളും അതുപോലെ തന്നെ ഗ്രില്ലും ഒക്കെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് വിൻഡോയും ഡോറും അതുപോലെ തന്നെ സ്റ്റെയർ, TV സ്റ്റാൻഡ്, ഡൈനിങ് ടേബിൾ ഒക്കെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ഡസ്റ്റൊക്കെ ഒന്ന് മോപ്പ് ചെയ്ത് കളയണം. ഇനി നമുക്ക് ആ ഒരു സൊല്യൂഷൻ തയ്യാറാക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം തേയിലപ്പൊടിയാണ്. ഇനി നമുക്ക് തേയിലപ്പൊടി നല്ലതുപോലെ വെട്ടി തിളയ്ക്കത്തക്ക രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ഒരു വെള്ളം അരിച്ചെടുത്തിട്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വീട് മുഴുവൻ ക്ലീൻ ചെയ്തെടുക്കുന്നത്. നമ്മൾ സാധാരണ സോപ്പ് പൊടിയും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും വിനെഗറും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന വെള്ളം ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നതിലും നല്ലൊരു എഫക്റ്റാണ് ഈ ഒരു തേയിലവെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ വീട് ക്ലീൻ ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡസ്റ്റ് പോയി കിട്ടുമെന്ന് മാത്രമല്ല, നല്ലൊരു പോളിഷ് ചെയ്തൊരു എഫക്റ്റ് ആയിരിക്കും നമ്മുടെ ഫർണിച്ചറിനും ഗ്ലാസ്സിനുമൊക്കെ. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ പീസ് തുണിയാണ്. ഇനി തുണി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു സോക്സ് ആയാലും മതി. അതിനുശേഷം നമുക്ക് ആ ഒരു വെള്ളം ഇതുപോലെ ആ തുണിയിൽ മുക്കി ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഈ ഒരു തേയില വെള്ളം നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരിക്കലും ഈ ഒരു വെള്ളത്തിലേക്ക് പഞ്ചസാര ഇടരുത്. ഇനി നമ്മൾ പിഴിഞ്ഞെടുത്ത ആ തുണി ഉപയോഗിച്ചിട്ട് ഗ്ലാസും വിൻഡോയും ഒക്കെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര ക്ലിയർ ആയിട്ടാണ് നമ്മുടെ വിൻഡോയിലെ ഗ്ലാസ്സൊക്കെ ക്ലീനായി കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ വിൻഡോസൊക്കെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുമെന്ന് മാത്രമല്ല, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പല്ലി, പാറ്റ പോലുള്ളവയുടെ ശല്യവും മാറിക്കിട്ടും. ഇതിൽ തേയിലയുടെ ആ ഒരു സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ വിൻഡോയുടെ സൈഡിലൊന്നും പല്ലിയോ പാറ്റയോ ഒന്നും തന്നെ വരികയില്ല. അതുപോലെ തന്നെ നമ്മൾ ഇത് മാസത്തിൽ 1-2 പ്രാവശ്യം ഇതുപോലെ തേയിലവെള്ളം ഉപയോഗിച്ചിട്ട് വിൻഡോസും ഡോറും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറേയേറെ കാലം നമ്മുടെ വിൻഡോയും വുഡൻ ഫർണിച്ചറും ഒക്കെ തന്നെ പുതുമയോടുകൂടി തന്നെ നിലനിർത്താനായിട്ട് പറ്റും. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഉണ്ടാകുന്ന പൂപ്പൽ പോലുള്ള അവസ്ഥകളൊക്കെ മാറിക്കിട്ടാനായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ തേയിലവെള്ളം ഉപയോഗിച്ചിട്ട് വുഡൻ ഫർണിച്ചറുകളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ഞാൻ തുണി ഉപയോഗിക്കാണ്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു സോക്സ് ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നതാണ്. സോപ്പ് സൊല്യൂഷനൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് TV സ്റ്റാൻഡ് പോലുള്ള ഫർണിച്ചറുകളൊന്നും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ 2-3 പ്രാവശ്യം നമ്മൾ വീണ്ടും ആ സോപ്പിൻ്റെ ഒരു അംശം മാറാനായിട്ട് തുടച്ചെടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. പക്ഷേ നമ്മൾ ഇതുപോലെ തേയിലവെള്ളം ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീനിങ് ജോലികളൊക്കെ തീർക്കാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായും നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻസൊക്കെ ഫീഡ്ബാക്കിൽ അറിയിക്കണേ. ഇപ്പം ഞാൻ സ്റ്റെയറിൻ്റെ ഗ്ലാസ്സാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ സിക്സാക്ക് മോഷനിൽ വേണം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴാണ് നല്ലതുപോലെ നമുക്ക് ഗ്ലാസ് കിട്ടുകയുള്ളൂ. ഗ്ലാസിൻ്റെ 2 പുറവും നമ്മൾ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. ഉൾഭാഗവും പുറഭാഗവും നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കണം.
ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി നമുക്ക് വീട് മുഴുവനും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. സ്റ്റെയർസ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഡോറുകളായാലും വിൻഡോ ആയാലും ഡൈനിങ് ടേബിൾ ആയാലും നമ്മുടെ TV സ്റ്റാൻഡായാലും അങ്ങനെയുള്ള എല്ലാ ഫർണിച്ചർ ഐറ്റംസും നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷനിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ തേയിലവെള്ളം ഉപയോഗിച്ചിട്ട് എല്ലാ ഫർണിച്ചർ ഐറ്റംസും നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തുടച്ചെടുക്കണം. ഇത്രയാകുമ്പോഴേക്കും നമ്മുടെ ക്ലീനിങ് പ്രോസസ്സ് നല്ലതുപോലെ ഫിനിഷ് ആയിട്ടുണ്ടാവും. ഇനി ഒരു 2-3 ആഴ്ചത്തേക്ക് നമ്മുടെ ഫർണിച്ചർ ഐറ്റംസിലോ ഡോറിലോ വിൻഡോയിലോ ഒട്ടും തന്നെ ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത് നമ്മൾ ഇതുപോലെ തേയിലവെള്ളം ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ പാറ്റ, പല്ലി, അതുപോലെ തന്നെ ചിലന്തി വലകളൊന്നും തന്നെ നമ്മുടെ ഫർണിച്ചർ ഐറ്റംസിൽ പെട്ടെന്ന് തന്നെ പിടിക്കുകയില്ല. കാരണം ഈ ഒരു തേയിലയുടെ സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രാണികളൊന്നും പെട്ടെന്ന് നമ്മുടെ വീടിനുള്ളിലേക്ക് കടക്കുകയില്ല. അതുപോലെ തന്നെ നമ്മൾ തേയിലവെള്ളം ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫർണിച്ചറുകൾക്കൊക്കെ നല്ല ഒരു പുതുമ കിട്ടുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ തേയിലവെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ വീടിനുള്ള ഫർണിച്ചറുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായും എന്നെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പം ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന ടൈമിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി പുതിയ വീഡിയോയിൽ കാണുന്നതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.